Hello friends, another 10 important multiple choice questions. So if you are new to the NerdSkin YouTube channel, please consider subscribe our channel, and we are waiting for the notification of DME, ESIC, Railway, NIMHANS. So many central government exams are waiting. So start study today itself, now itself. So you can expect many more exam. So നിങ്ങൾ പഠനത്തിൻ്റെ ആ ഒരു വ്യഗ്രത, ഊർജത കുറയ്ക്കാതിരിക്കുക, കൂട്ടിക്കൊണ്ടുവരിക. PSC എക്സാമിന്, ബാക്കിയുള്ള PSC എക്സാമിനൊക്കെ പഠിക്കുന്നവർക്ക്, ജനറലായിട്ടുള്ള PSC എക്സാമുകൾ പഠിക്കുന്നവരുണ്ടാകാം, കേരള PSCയുടെ. അപ്പോൾ അവർ ഈ പഠനം അവരുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകുക, അങ്ങനെയുള്ളവരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉമേഷ് GK ക്ലാസ്സസ് എന്നുള്ള ചാനലിൽ നമ്മൾ GKയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ വീഡിയോ മാത്രം എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ GK പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ആ ചാനലിലൂടെ ഒന്ന് കാണുക. അതുപോലെ കൂട്ടുകാരിലേക്ക് ആ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ GK പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് വീഡിയോ, മറ്റേ ചാനലിൽ നമ്മൾ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. രാത്രി 7 മണിക്ക് സമയം കിട്ടുന്ന പോലെ ചെറിയ വീഡിയോ ആയിരിക്കും. താങ്ക് യു. Today we can discuss some important expected questions for coming nursing examination. ഈ ഒരു questions you can expect for all the type of nursing examination, includes ESIC, coming DME or any type of central examination. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. First question, when sharing a patient admitted with Guillain-Barré syndrome, which nursing diagnosis should be take priority? Options: anxiety, imbalanced nutrition, impaired gas exchange, impaired mobility. Correct answer is impaired gas exchange. When caring a patient admitted with Guillain-Barré syndrome, which nursing diagnosis should take priority? That is impaired gas exchange, because GBS or Guillain-Barré syndrome is one of the most common causes of neuromuscular respiratory failure, with 70 to 30% patients requiring mechanical ventilation. റെസ്പിറേറ്ററി ഫെയിലർ ഉണ്ടാകുകയും മസിൽസ് വീക്ക്നെസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രോഗമാണ് GBS. 70 to 30% പേഷ്യൻറ്റ് റിക്വയർ മെക്കാനിക്കൽ വെന്റിലേഷൻ, ഇൻറ്റുബേഷൻ്റെ ആവശ്യമുണ്ട്. മോണിറ്ററിംഗ് ഓഫ് ലങ് ഫംഗ്ഷൻ, ആൻറ്റിസിപ്പേഷൻ ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആൻഡ് പൾമണറി റീഹാബിലിറ്റേഷൻ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഒപ്റ്റിമൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഓഫ് പേഷ്യൻസ്. സോ all the care is needed: mechanical ventilation and pulmonary rehabilitation. So the main nursing diagnosis is impaired gas exchange in the case of GBS. Say neuro disorder. Next question, when caring for a patient client after cardiac catheterization, which nursing action is most important? Options: administer oxygen, provide rest, check the ECG every 5 to 15 minutes, check a pulse distal to the insertion site. Correct answer is check a pulse distal to the insertion site. That is the first nursing priority. കാർഡിയക് കാത്തറൈസേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പൾസ് ചെക്ക് ചെയ്യണം. ഫിമോറലി ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊപ്ലിറ്റിയൽ പൾസ് അല്ലെങ്കിൽ ഡോർസാലിസ് പെഡിസ് പൾസ് ഒക്കെ ചെക്ക് ചെയ്യണം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ആബ്സെൻസ് ഓഫ് എ പൾസ് ഫോളോയിങ് കത്തീഡ്രൈസേഷൻ ക്യാൻ റിസൾട്ട് ഫ്രം സ്പാസം, ലോക്കൽ ത്രോംബസ് ഫോർമേഷൻ. ഇപ്പോൾ സ്പാസം മൂലമോ ത്രോംബസ് ഫോർമേഷൻ, ബ്ലഡ് ക്ലോട്ട് കൊണ്ടോ there will be absence of pulse. Trauma at insertion site interfere blood flow.
ആ ഒരു ഇൻസർഷൻ സൈറ്റിലുള്ള ട്രോമ. യൂഷ്വലി കാർഡിയക് കത്തീഡ്രലൈസേഷൻ ഡൺ ത്രൂ ഫിമോറൽ അപ്രോച്ച്. ഫിമോറൽ ഏരിയയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു ദ ഹാർട്ട് വാളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ വി ഹാവ് ടു ചെക്ക് പോപ്ലിറ്റൽ ഏരിയ പൾസ് ഹിയർ ആൻഡ് ഡോർസാലിസ് പെഡിസ് പൾസ്. സോ യു ക്യാൻ ചെക്ക് ദീസ് പൾസസ് ആഫ്റ്റർ കമ്മിങ് പേഷ്യന്റ്. അപ്പോൾ ഏത് പൾസ് ആണെന്ന് ഓർത്തിരിക്കുക. ഡോർസാലിസ് പെഡിസ് അല്ലെങ്കിൽ പോപ്ലിറ്റൽ ഏരിയയിലുള്ള പൾസ് ചെക്ക് ചെയ്യണം. ലിംബ്, ആ ലിംബിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണോ എന്ന് ആർട്ടറിയിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കണം. ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ക്ലോട്ട് ഓർ എനി ട്രോമ ടു ദ ഇൻസർഷൻ സൈറ്റ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ദ പ്രയോറിറ്റി മാനേജ്മെന്റ് ആഫ്റ്റർ കാർഡിയക് കത്തീഡ്രലൈസേഷൻ. Next question, presence of protein in a sample of urine is detected by options: Rothera test, Benzidine test, Benedict test, heat coagulation test. Correct answer is heat coagulation test. Presence of protein, albumin, globulin ഒക്കെ പ്രസന്റ് ആണോ, യൂറിനിൽ പ്രസന്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ് ഹീറ്റ് കോയാഗുലേഷൻ ടെസ്റ്റ്. അപ്പം so the heat coagulation test is the test to detect presence of protein, albumin or globulin in the sample of urine. Next question, bile salts and bile pigments in urine are seen in options: obstructive jaundice, hepatic jaundice, prehepatic jaundice, latent jaundice. Correct answer is obstructive jaundice. Bile salts and bile pigments in urine are seen in obstructive jaundice. Next question, which of the following is a gram-positive bacteria? Acinetobacter baumannii, Corybacterium diphtheria, Neisseria meningitidis, Moraxella catarrhalis. Correct answer is Corybacterium diphtheria. So Corybacterium diphtheria is a gram-positive bacteria. Other three, Acinetobacter baumannii, Neisseria meningitidis, and Moraxella catarrhalis, three of them are gram-negative bacteria. But diphtheria toxin ആണ് Corybacterium diphtheria. Gram-positive bacteria are bacteria classified by the color they turn in the staining method. Hans Christian Gram developed the staining method in 1884. Staining method കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം. So he discovered staining method in the year of 1884. The staining method uses crystal violet dye which is retained by the thick peptidoglycan cell wall found in gram-positive organism. അപ്പോൾ സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ഡൈ ആണ്, വിച്ച് ഈസ് റിട്ടൈൻഡ് ബൈ ദ തിക് പെപ്റ്റിഡോഗ്ലൈക്കാൻ സെൽ വാൾ ഫൗണ്ട് ഇൻ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ സെൽ വാൾ കാണുന്നുണ്ടാവും. അതായിരിക്കും ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിലുള്ളത്. എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കാൻ സെല്ല് കാണുന്നതാണ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കോൺ സെല്ല് ഉണ്ടെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആയിരിക്കും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, disinfection removes dash from the surface or medium. Options: all microorganism, bacterial spores, chemical toxins, pathogenic organism. Correct answer is pathogenic organisms. Disinfection removes pathogenic organisms from the surface or medium. Disinfection is the process of eliminating or reducing harmful microorganism from inanimate objects and surfaces. Sterilization is the process of killing all microorganism including spores. But disinfection എന്ന് പറയുമ്പോൾ that is a process to reduce the harmful microorganism. മൈക്രോഓർഗാനിസത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന കഴിവ് ഡിസിൻഫെക്ഷൻ ഇല്ല. That can remove the microorganisms, but sterilization will kill the all microorganisms including spores. So more effective is sterilization. Next question, what is the
rate of HIV transmission by a contaminated needle prick? This is a previous questions of Kerala PSC examination. 0.03%, 0.3%, 3%, 30%. Correct answer is 0.3%. So what is the rate of HIV transmission by a contaminated needle prick? 0.3%. ചിലപ്പം ഓപ്ഷനിൽ 0.23 എന്നൊക്കെ ആണെങ്കിലും ശരിയാണ്. അപ്പൊ 0.23 എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 0.3% ഓപ്ഷനിൽ വന്നാൽ അത് കറക്റ്റ് ആണ്. സോ HIV ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബ്ലഡിൽ ആ അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രോയ് ആകുന്ന ഓർഗാനിസമാണ് HIV-യുടെ. So it will easily destroy after coming to the atmosphere. Next question, the best way to collect sputum sample for mycobacterium culture and microscopy. Options: 3 samples collected by the patient at 1 hour interval, 24-hour sample collected, first morning sample collected in 3 containers, first morning samples of 3 days. Correct answer is first morning samples of 3 days. So that is the best way to collect sputum for microbacterium culture and microscopy. First morning sample, 3 ദിവസത്തെ ആദ്യത്തെ സ്പ്യൂട്ടം സാമ്പിൾ ആണ്. ബിഫോർ ബ്രഷിംഗ് യു ഹാവ് ടു കളക്ട് ദ സാമ്പിൾസ് ഓഫ് 3 days. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ മൈക്രോബാക്ടീരിയം കൾച്ചർ ആൻഡ് മൈക്രോസ്കോപ്പി എങ്ങനെയാണ് എടുക്കുന്നത്? ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾസ് ഓഫ് 3 days. Next question, to prepare 1% hypochlorite, how much of bleaching powder is to be added to 1 liter of water? Options: 1 gram, 10 gram, 20 gram, 30 gram. Correct answer is 30 gram. To prepare 1% hypochlorite, how much of bleaching powder is to be added to 1 liter of water? That is 30 gram. Next question, as per biomedical waste management guidelines, the blood bag after use is to be discarded in bucket with dash color. Options: blue, red, white, yellow. Correct answer is yellow. After biomedical waste management guidelines, as per biomedical waste management guidelines, the blood bag after use is to be discarded in bucket with yellow color, because yellow കളറിലാണ് ഇൻഫെക്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഇപ്പം ഏതെങ്കിലും സ്വാബ്സ് ആണെങ്കിൽ ഇൻഫെക്റ്റഡ് സ്വാബ്സ്, അതുപോലെ ബ്ലഡ് ബാഗ്, ഇതൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ യെല്ലോ ബാഗിലാണ്. ഇപ്പൊ റെഡ് ബാഗിൽ ഏതാണ്? നമ്മുടെ പ്ലാസ്റ്റിക് ഐറ്റംസ്, ബോട്ടിൽ, ഐ വി കാനുല, അതുപോലെ യൂസ് ചെയ്ത ഐ വി കാനുല ബോട്ടിൽസ് ഒക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Please share this video to your friends. Thank you.